തലശ്ശേരി വടക്കുംപാട് CPIM ബ്രാഞ്ച് ഓഫീസിന് തീയിട്ട് നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഓഫീസും ഫർണിച്ചറുകളും പൂർണ്ണമായും കത്തിനശിച്ചു. വിവരങ്ങളുമായി ജോഷ്ല ചേർന്നുണ്ട്. ജോഷ്ല, തുടർച്ചയായ ഇത്തരം ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ആക്രമികൾ ആരാണ് എന്ന തരത്തിൽ പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? സൗമ്യ, ആക്രമികൾ ആരാണെന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. വടക്കുംപാട് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള CPIM ബ്രാഞ്ച് ഓഫീസ് ആണ് തീയിട്ട് നശിപ്പിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. ഓഫീസിന് ഉള്ളിലുള്ള ഫർണിച്ചറുകൾ അതുപോലെ തന്നെ മറ്റ് എല്ലാ സാമഗ്രികളും കത്തി നശിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. കെട്ടിടത്തിന്റെ 1ാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. സ്ഥലത്തിൽ നിലവിൽ സംഘർഷങ്ങളൊന്നുമില്ലാത്ത പ്രദേശമാണ് ഈ പ്രദേശം. സൗമ്യ, ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പള്ളിക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകന് KSU പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ അധ്യാപകന്റെ കൈയൊടിഞ്ഞു, 2 പല്ലുകളും ഇളകിപ്പോയി. വിദ്യാഭ്യാസ ബന്ദിൽ സ്കൂളിന് അവധി നൽകാത്തതിനെ തുടർന്നാണ് മർദ്ദനം. ഇന്നലെ KSU നടത്തിയ വിദ്യാഭ്യാസ ബന്ദിൽ സ്കൂളിന് അവധി അനുവദിക്കാത്തതിനെ തുടർന്നാണ് അധ്യാപകനും PTA പ്രസിഡന്റിനും ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ അധ്യാപകനായ ആരിഫിന്റെ കൈയൊടിയുകയും 2 പല്ലുകൾ ഇളകിപ്പോവുകയും ചെയ്തു. ശരീരമാസകലം മർദ്ദനമേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അധ്യാപകൻ. സ്കൂളിലെ കുട്ടികളെല്ലാം കണ്ടു നിൽക്കവെയാണ്. കുട്ടികളൊക്കെ ആകെ പേടിച്ചു പോയി. ഇന്ന് അവിടെ +1 അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ നടക്കുന്ന ആ ഓഫീസിൻ്റെ നേരെ വാതിക്കലാണ് ഇത് നടക്കുന്നതൊക്കെ. അപ്പോൾ പേരൻസെല്ലാം കൂടി 4 പാടും, കുട്ടികളും പേരൻസെല്ലാം 4 പാട് ഓടി. അത്ര വലിയ വിഷയമായിരുന്നു. എന്നെ തറയിലിട്ട് ചവിട്ടുകയൊക്കെയാണ് ചെയ്തത്. നാളെ ഇനി കുട്ടികളെ ഫേസ് ചെയ്യുന്നതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സ്കൂളിൽ പഠിപ്പ് മുടക്ക് സമരം വേണ്ടെന്ന് വിദ്യാർത്ഥി നേതാക്കളും PTA അംഗങ്ങളും ചേർന്ന് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഇതനുസരിച്ചായിരുന്നു വിദ്യാഭ്യാസ ബന്ദിൽ അവധി അനുവദിക്കാൻ തയ്യാറാകാതിരുന്നത്. മർദ്ദനത്തിൽ PTA പ്രസിഡന്റ് HM സുധീറിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 14 KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട പോലീസ് ഇന്നലെ പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ അനുവദിച്ചാൽ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, എപ്പോഴേക്കായിരിക്കും ഇതിന്റെ തീരുമാനമുണ്ടാവുക? മറ്റു വിവരങ്ങളും. സൗമ്യ, അമീറുൽ ഇസ്ലാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട പ്രൊഡക്ഷൻ വാറന്റിന് ഇന്നലെ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിരുന്നത് കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒരുപക്ഷെ പ്രതിയെ ഇവിടെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം എപ്പോൾ വേണമെങ്കിലും ഹാജരാക്കിയാൽ മതി. ഒരുപക്ഷെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്ന ഒരാവശ്യം പോലീസിന് മുന്നിലുള്ളത് കൊണ്ട് രാവിലെ തന്നെ പ്രതിയെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് സാധ്യത. ഇത്തരത്തിൽ പ്രതിയെ ഹാജരാക്കുന്ന വേളയിലാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷ പോലീസ് പെരുമ്പാവൂർ കോടതിയിൽ സമർപ്പിക്കുക. ഈ അപേക്ഷ പരിഗണിച്ചാൽ കോടതി ഒരുപക്ഷെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കും. മിക്കവാറും 9 ദിവസത്തേക്കായിരിക്കും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുക. കാരണം ആദ്യ റിമാൻഡ് പീരീഡ് അവസാനിക്കുന്നത് ഈ മാസം 30 വരെയാണ്. അങ്ങനെയാണെങ്കിൽ പരമാവധി 30-ാം തീയതി വരെയുള്ള ദിവസത്തേക്ക് മാത്രമാണ് കസ്റ്റഡി ആവശ്യപ്പെടാനാവുക. അപ്പോൾ 30-ാം തീയതി വരെ എന്ന് പറയുമ്പോൾ 9 ദിവസത്തേക്കായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുക. അത് അനുവദിച്ചാൽ ഇന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതോടൊപ്പം അടുത്ത ദിവസങ്ങളിലും മറ്റും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. തെളിവെടുപ്പ് അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കാരണം പെരുമ്പാവൂർ ജിഷ കൊല്ലപ്പെട്ട വീടിന് സമീപത്തും മറ്റും കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്തുമ്പോൾ വലിയ സുരക്ഷ പോലീസിന് ഒരുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും അവിടെയെല്ലാം മറ്റും കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്തുക. എന്തായാലും ഇന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. തലശ്ശേരി രാജൻ മുമ്പും തന്നെ എതിർക്കുന്നവരെ ദളിത് പീഡന നിരോധന നിയമപ്രകാരം കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അനുഭവ സാക്ഷ്യവുമായി തലശ്ശേരി മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രംഗത്ത്. കൊല്ലം സ്വദേശിയായ P. വില്യമാണ് ജാതിപ്പേര് വിളിച്ചു എന്ന ആരോപണത്തിന് വിധേയനായത്. 2001 തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ C ഡിവിഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി താൻ സേവനം അനുഷ്ഠിക്കവെയാണ് ശുചീകരണ തൊഴിലാളിയും INTUC നേതാവുമായ N. രാജൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് സജിത്തും ചേർന്ന് തൊഴിലാളികളോട് നല്ല നിലയിൽ പണി ചെയ്യാൻ ആവശ്യപ്പെട്ട തന്നെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് പരാതി നൽകിയതെന്ന് വില്യം വെളിപ്പെടുത്തി. രാജന് ജാതിപ്പേര് വിളിച്ചെന്നും ദളിത് പീഡനം നടത്തുന്നു പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞത്. ആ പ്രശ്നം ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ
ചെയർമാൻ തന്നെ ഈ നഗരസഭയിലെ മറ്റംഗങ്ങളുമായിട്ടൊക്കെ ഇടപെട്ട് ഈ കേസ് രാജിയാക്കി വിടുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു. അന്ന് താങ്കൾ എന്തെങ്കിലും ഈ രാജനെ അങ്ങനെ ഞാനങ്ങനൊന്നും എനിക്ക് ഈ ആ രാജനെ കുറിച്ച് ചൊവ്വ അറിയത്തത് പോലുമില്ല. 1.5 പതിറ്റാണ്ടിനിപ്പുറവും രാജൻ നുണപ്രചരണം അവസാനിപ്പിച്ചില്ലല്ലോ എന്ന ആശ്ചര്യത്തിലാണ് വില്യം. തന്നെ എതിർക്കുന്നവർ ആരായാലും അവരെ ദളിത് നിയമം ഉപയോഗിച്ച് തകർക്കുന്ന എൻ രാജന് മാനസാന്തരം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുകയാണ് വില്യം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും സ്ത്രീ സുരക്ഷയ്ക്കായി നിർഭയ സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. എല്ലാ അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടം നൽകും. നിഷിനെ കേന്ദ്ര സർവകലാശാലയാക്കി ഉയർത്തുമെന്നും വിവിധ കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി ദില്ലിയിൽ വ്യക്തമാക്കി. ആക്രമണത്തിനിരയാകുന്ന പെൺകുട്ടികൾക്ക് കൗൺസിലിംഗും നിയമസഹായവും താമസ സൗകര്യവും ഒരുക്കിയാണ് നിർഭയ സെന്ററുകൾ 14 ജില്ലകളിലും നിർമ്മിക്കുക. ഇതിനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറും. എല്ലാ ജില്ലകളിലും നിർഭയ സെന്റർ ആരംഭിക്കുന്നതിനുള്ള സഹായം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. 300 സ്ക്വയർ മീറ്റർ സ്ഥലം ഇതിനുവേണ്ടി കേരളത്തിൽ നമ്മൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടനെ തന്നെ നിർഭയ സെന്റർ തുടങ്ങാനുള്ള സഹായം കേന്ദ്രം ചെയ്യും. കൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ അംഗൻവാടികളുടെയും പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കും. പ്രവർത്തനം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റും. തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിനെ കേന്ദ്ര സർവകലാശാലയാക്കി ഉയർത്തുന്നതിനുള്ള തീരുമാനവും 30-ന് നടക്കുന്ന ക്യാബിനറ്റിൽ കൈക്കൊള്ളും. സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും തിരിച്ചറിയൽ രേഖ നൽകാനും കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനമായതായും കെ ശൈലജ അറിയിച്ചു. ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങളും വൈദ്യപരിശോധനയും നൽകുന്നതിന് സെപ്റ്റംബർ മാസം കണ്ണൂരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തും. സെന്റർ ഫോർ എക്സലൻസായി കോട്ടയം, തൃശൂർ മെഡിക്കൽ കോളേജുകൾ കൂടി പരിഗണിക്കാമെന്ന ഉറപ്പും കേന്ദ്രം കേരളത്തിന് നൽകി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ആർത്തവകാലത്ത് പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സാനിറ്ററി നാപ്കിൻ വിതരണത്തിനും ഉപയോഗിച്ചവ നശിപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കുന്ന ഷീപ്പാട് പ്രൊജക്റ്റും എത്രയും വേഗം നടപ്പിലാക്കുമെന്നും ശൈലജ ടീച്ചർ കൂട്ടിച്ചേർത്തു. വനിതാ വികസന കോർപ്പറേഷന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച 108 ആംബുലൻസുകളുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നു. 108 ആംബുലൻസുകളുടെ നടത്തിപ്പിൽ അധികൃതർ കാണിച്ച അലംഭാവവും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി യഥാസമയം തീർക്കാത്തതുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതേസമയം 108 ആംബുലൻസ് സംവിധാനം അവശേഷിക്കുന്ന ജീവൻ നിലനിർത്താനായി അധികാരികളുടെ കാരുണ്യം തേടുകയാണ്. LDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന 108 ആംബുലൻസ് സംവിധാനമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ആരോഗ്യവകുപ്പ് അധികൃതരുടെ അലംഭാവം മൂലം മരണശൈലിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ വിജയം കണ്ട 108 ആംബുലൻസുകളിൽ ബഹുഭൂരിപക്ഷവും കട്ടപ്പുറത്തായി. ICU അടക്കമുള്ള സജ്ജീകരണങ്ങളോടെ ആരംഭിച്ച 25 ആംബുലൻസുകളിൽ ഇന്ന് നിരത്തിലുള്ളത് വെറും 5 എണ്ണം മാത്രം. കട്ടപ്പുറത്തായ 20-ൽ ഒന്നുപോലും ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കായി വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ടില്ല. അതേസമയം ആംബുലൻസിന്റെ പ്രവർത്തന നടത്തിപ്പിലെ പാകപ്പിഴകളാണ് 108 ആംബുലൻസുകൾ അവതാളത്തിലാകാൻ പ്രധാന കാരണം. നേരത്തെ ടെക്നോ പാർക്കിലുണ്ടായിരുന്ന കമ്പനിയാണ് ഇവയുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ അഴിമതി കാരണം നടത്തിപ്പ് ചുമതല കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ 108 ആംബുലൻസുകൾ ഓരോന്നായി കട്ടപ്പുറത്താക്കിയതല്ലാതെ യാതൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കെൽട്രോണിനെ നടത്തിപ്പ് ചുമതല ഏൽപ്പിക്കാൻ ഏകദേശ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. മരണക്കിടക്കയിൽ കിടക്കുന്ന 108 ആംബുലൻസുകളെ ആരായിരിക്കും ഇനി രക്ഷിക്കുക? നേരത്തെ സ്വകാര്യ കമ്പനികൾ ഒരു പരീക്ഷണം നടത്തി. അതിനുശേഷം മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും. പക്ഷേ ഫലം കണ്ടില്ല. എല്ലാവരും ആശങ്കയോടെ കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരുമാനൂർ. മഴക്കാലത്ത് സ്ഥിരമായി വെള്ളത്തിനടിയിലാകുന്ന വയനാട്ടിലെ ആദിവാസി കോളനികളെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം. 3 താലൂക്കുകളിലായി 6 ആദിവാസി കോളനികളെയാണ് പകരം ഭൂമി നൽകി പുനരധിവസിപ്പിക്കുക. സ്ഥിരമായി വെള്ളം കയറുകയും ദുരിതത്തിലുമാവുന്ന ജില്ലയിലെ 6 ആദിവാസി കോളനികളെയാണ് മാറ്റിപ്പാർപ്പിക്കുക. ജൂലൈ ആഗസ്റ്റ് മാസത്തോടെ നൂൽപ്പുഴ പഞ്ചായത്തിലെ കാക്കത്തോട്, കോട്ടത്തറ വൈശ്യൻ, പനമരത്തെ മാതൃപ്പൊയിൽ, പുൽപ്പള്ളിയിലെ പാളക്കൊല്ലി, പരക്കുനി, പുഴങ്കുനി കോളനികളെയാണ് ആദ്യഘട്ടത്തിൽ പുനരധിവസിപ്പിക്കുക. ആദിവാസി പുനരധിവാസ ഭാഗമായിട്ട് ഏത് ആദിവാസി കോളനി എല്ലാ വർഷം മഴവെള്ളം കയറുന്നുണ്ട്, എങ്ങനെ 6 കോളനി അങ്ങനെ ഗവൺമെന്റിന് പ്രപ്പോസൽ കൊടുത്തിരുന്നു. അതിൽ ഗവൺമെന്റ് ഉത്തരവ് വന്നിട്ടുണ്ട്. സോ ഈ മഴക്കാലിൽ എല്ലാ വർഷം കഴിഞ്ഞ് 10-15 വർഷം ഡാറ്റ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഏത് കോളനി എല്ലാ വർഷം പ്രശ്നമാണ്. 1 മാസം 2 മാസം ക്യാമ്പിൽ ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട്. എങ്ങനെ കോളനി ആൾക്കാർക്ക് ഒരു പക്രം വരെ നല്ല ഭൂമി മേടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജൂൺ ജൂലൈ മാസത്തിനത് ഞങ്ങൾ ചെയ്യാം. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഈ മാസം 30-ഓടെ പൂർത്തിയാവും.
പദ്ധതിയുടെ ആദ്യഘട്ടത്തിനു ശേഷം മുൻഗണനാ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള മറ്റു കോളനികളെയും മാറ്റിപ്പാർപ്പിക്കാനാണ് തീരുമാനം. ജില്ലാ വികസന സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി തയ്യാറായത്. ന്യൂസ് ബ്യൂറോ, വയനാട്. യോഗാ ദിനത്തോടനുബന്ധിച്ച് ബോളിവുഡ് താരം ബിപാഷ ബസു സംസാരിക്കുകയാണ്. All of you best of luck and keep practicing yoga. Spread the message that you need to do yoga every day. And thank you, Guruji. Thank you, Swamiji, for having me here. It was a great honor. Thank you. Love you all. But we have one final request. Since morning we have been waiting to just get a glimpse of Bipasha Basu's smile and the one beautiful fly kiss. All the guys out there are dying to get a fly kiss. Hey, Pavagina Kaitidirala. Also, one more thing I forgot. Actually, I always say this. Sorry. Later we will have a selfie. Are you ready? Yes, selfie. Selfie. Okay, with everyone. Probably this way? Yeah. With Bipasha ma'am. Okay, one fly kiss to all your fans out there, please. Thank you, ma'am. Really made their day. Thank you so much. And now we'll have a selfie with Bipasha ma'am with all the fans from Bangalore. സംസാരിക്കുകയായിരുന്നു യോഗാ ദിനത്തോടനുബന്ധിച്ച്. മറ്റു വാർത്തകളിലേക്ക്. ജലസേചന പദ്ധതിയായ വയനാട് കാരാപ്പുഴയിൽ ആരംഭിച്ച ടൂറിസം പദ്ധതിയും ഇഴഞ്ഞു നീങ്ങുകയാണ്. അണക്കെട്ടും പരിസരവും ടൂറിസം സാങ്കേതികമായി വികസിപ്പിക്കാൻ കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി കോടികൾ ചെലവിട്ടതല്ലാതെ പൂർത്തിയാക്കാനായിട്ടില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് കാരാപ്പുഴയും. മൈസൂരിലെ വൃന്ദാവൻ മാതൃകയിൽ കാരാപ്പുഴ അണക്കെട്ടിനെയും പരിസരത്തെയും മാറ്റാനായിരുന്നു പദ്ധതി. 4.5 ഹെക്ടർ സ്ഥലത്ത് പുൽത്തകിടിയൊരുക്കി, റോസ് ഗാർഡൻ ഒരുക്കി, ഓപ്പൺ എയർ തിയേറ്റർ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ, പാർക്കിംഗ് ഏരിയ, വൈദ്യുത ദീപങ്ങൾ, നടപ്പാത, കോൺഫറൻസ് ഹാൾ എല്ലാം പണി ആരംഭിച്ചു. 100 കോടി രൂപയുടെ പദ്ധതി. അവിടെ ലക്ഷങ്ങൾ ചെലവിട്ടുകൊണ്ട് പൂന്തോട്ടം നിർമ്മിച്ചു. പക്ഷേ പൂന്തോട്ടം നിർമ്മിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും നടത്താത്തതുകൊണ്ട് തന്നെ അതെല്ലാം കാട് പിടിച്ച് എല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഉദ്യാന നിർമ്മാണവും 1 വർഷത്തെ പരിപാലനവും ഏറ്റെടുത്ത കേരള കാർഷിക സർവകലാശാലയും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിലുള്ള തർക്കമാണ് ഈ ഗതിക്ക് കാരണം. തർക്കങ്ങൾക്കിടെ 2013 അന്നത്തെ സർക്കാർ 2.92 കോടി രൂപ വീണ്ടും അനുവദിച്ചു. ജലസേചനത്തിനായി ആരംഭിച്ച് കോടികൾ മുടിച്ച കാരാപ്പുഴയിൽ ടൂറിസം വഴിയും മറിഞ്ഞത് കോടികളാണ്. കാരാപ്പുഴയെ നേർവഴിക്കാക്കാൻ പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ജില്ല. അനൂപ് കയാർ, വയനാട്. പശ്ചിമബംഗാൾ ഘടകം സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കാത്തതാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. പാർട്ടി നയം കർശനമായി പിന്തുടരേണ്ടതുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര കമ്മിറ്റിയെ PBI ചുമതലപ്പെടുത്തി. വിലക്കയറ്റത്തിനെതിരെ ജൂലൈ 11 മുതൽ 17 വരെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കാനും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. അച്ചടക്ക ലംഘനം നടത്തിയതിന് കേന്ദ്ര കമ്മിറ്റി അംഗം ജഗന്മതി സിംഗ് വാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. 3 ദിവസങ്ങളിലായി ദില്ലിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം കേരളം, പശ്ചിമബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തു. കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേട്ടമുണ്ടാക്കാനായതായി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കിക്കൊണ്ട് പശ്ചിമബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി. പാർട്ടി നയം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പോളിറ്റ് ബ്യൂറോയെ ചുമതലപ്പെടുത്തിയതായി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. The Central Committee concluded that the electoral tactics adopted in West Bengal were not in consonance with the Central Committee decision for not having an alliance with the or an understanding with the Congress Party. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി, സ്വകാര്യവൽക്കരണം, വർഗീയ ധ്രുവീകരണം എന്നിവ മോഡി സർക്കാരിന്റെ കാലത്ത് വർദ്ധിച്ചു വരികയാണെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. വിലക്കയറ്റത്തിനെതിരെ ജൂലൈ 11 മുതൽ 17 വരെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. The Central Committee decided to organize a All India protest movement, and the decision is that between the 11th to the 17th of July. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനിടെ ഇറങ്ങിപ്പോവുകയും പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും ചെയ്തതിന് കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സാങ്വാനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. പശ്ചിമബംഗാൾ ഘടകം കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയതിനെ ശക്തമായി വിമർശിച്ച കേന്ദ്ര കമ്മിറ്റി പാർട്ടിയുടെ നയസമീപനങ്ങൾ ലംഘിക്കാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പാണ് നൽകിയത്. ദില്ലിയിൽ നിന്നും M. സന്തോഷ്.
KSRTC സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് വയനാട്ടിൽ ഇന്നു മുതൽ സ്വകാര്യ ബസ് പണിമുടക്ക്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ സംയുക്ത ട്രേഡ് യൂണിയന്റേതാണ് തീരുമാനം. മാനന്തവാടി ബത്തേരി റൂട്ടിലെ KSRTC ജീവനക്കാരും പ്രൈവറ്റ് ബസ് ജീവനക്കാരും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ശനിയാഴ്ച KSRTC കണ്ടക്ടർക്ക് മർദ്ദനമേറ്റിരുന്നു. സംഭവത്തിൽ 2 സ്വകാര്യ ബസ് തൊഴിലാളികളെ കേണിച്ചിറയിൽ അമ്പലവയൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. യഥാർത്ഥ പ്രതികളെ അല്ല പോലീസ് പിടികൂടിയത് എന്ന് ആരോപിച്ചാണ് അനിശ്ചിതകാല പണിമുടക്ക് സംയുക്ത യൂണിയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ 2016 പരിസ്ഥിതി പത്ര മാധ്യമ അവാർഡുകൾ സമ്മാനിച്ചു. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം കൈരളി പീപ്പിൾ TV കൊച്ചി റിപ്പോർട്ടർ സമീർ സി വഴങ്ങോട് ഏറ്റുവാങ്ങി. പത്തനംതിട്ടയിൽ നടന്ന ചടങ്ങിൽ മുൻ വനംവകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ് പുരസ്കാരം സമ്മാനിച്ചത്. മാധ്യമ പുരസ്കാരം മംഗളം സീനിയർ റിപ്പോർട്ടർ M ജയതിലകൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി അഡ്വക്കേറ്റ് K രാജു, KFPSA ഭാരവാഹികളായ K ജയകുമാർ, N ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. റംസാൻ കാഴ്ചകൾ. മഹലിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വ്രതനാളുകളിൽ മുടങ്ങാതെ ജീരകക്കഞ്ഞി നൽകി ശ്രദ്ധേയകേന്ദ്രമാകുകയാണ് കാസർഗോഡ് ഉദുമ പടിഞ്ഞാർ മൊഹയുദ്ദീൻ ജുമാ മസ്ജിദ്. 6 പതിറ്റാണ്ടായി ഈ പള്ളിയിൽ നിന്നും ജീരകക്കഞ്ഞി വിതരണം ചെയ്തു വരുന്നു. നോമ്പുതുറയിലെ അവിഭാജ്യ ഘടകമാണ് മഹലിലെ ജീരകക്കഞ്ഞിയെ വിശ്വാസികൾ കണക്കാക്കുന്നത്. വിവിധ പാനീയങ്ങൾക്കും പലഹാരങ്ങൾക്കും പഴവർഗ്ഗങ്ങൾക്കുമൊപ്പം ഒരു വിശിഷ്ട വിഭവം കൂടിയുണ്ട് ഉദുമ പടിഞ്ഞാറ് മുഹായുദ്ദീൻ ജുമാ മസ്ജിദ് മഹലിലെ കുടുംബങ്ങളിലെ നോമ്പുതുറയ്ക്ക്. പള്ളിയിൽ നിന്നും എല്ലാ ദിവസവും മുടങ്ങാതെ ലഭിക്കുന്ന ജീരകക്കഞ്ഞിയാണിത്. 6 പതിറ്റാണ്ടായി തുടരുന്ന പാരമ്പര്യമാണിതെന്ന് പള്ളി കമ്മിറ്റി സെക്രട്ടറി SV അബ്ദുള്ള പറഞ്ഞു. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് കുടിക്കുന്നതോടുകൂടി ഒരു പ്രത്യേക ഒരു ഉന്മേഷം ഇന്ന് ലഭിക്കുന്നുള്ളൊരു വിശ്വാസം ജനങ്ങളുടെ ഇടയിലുണ്ട്. വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, മുടങ്ങാതെ ഇതുവരെ പോകുന്നുണ്ട്. 12 കിലോ അരി, 12 തേങ്ങ, 250 ഗ്രാം ജീരകം, ഉപ്പ് എന്നിവ ചേർത്ത് ജീരകക്കഞ്ഞി തയ്യാറാക്കുന്നത് പാചകക്കാരൻ തെക്കേപ്പുറം മൂസയാണ്. അസർ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നും ജീരകക്കഞ്ഞി വിതരണം ചെയ്യുന്നു. വേറിട്ടൊരു നോമ്പുതുറ അനുഭവമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ മഹലിലെ 400ഓളം കുടുംബങ്ങളിൽ നോമ്പ് തുറക്കുന്നത് ഈ പള്ളിയിൽ നിന്നും വിതരണം ചെയ്യുന്ന ജീരകക്കഞ്ഞി കുടിച്ചുകൊണ്ടാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.